മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിലെ വീടുകളുടെ താക്കോൽദാനം ഫെബ്രുവരി 25-ന് നടക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 175 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്. ആദ്യഘട്ട ഗുണഭോക്താക്കളായ 178 പേർക്ക് പട്ടയം നൽകും. ആകെയുള്ള 327 ഗുണഭോക്താക്കൾക്കും മഴക്കാലത്തിന് മുൻപായി ഭൂമിയും വീടും നൽകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. സൈബ്സൈലാബ്ദീനും ഫൈസൽ നെടുമ്പാലയും ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ആദ്യം ഫൈസൽ നെടുമ്പാലയിലേക്കാണ്. ഫൈസൽ മുണ്ടക്കൈ ടൗൺഷിപ്പ് നടക്കുന്ന സ്ഥലത്താണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആളുകളുടെയൊക്കെ പ്രതീക്ഷ എങ്ങനെയാണ്? 25-ന് ആദ്യഘട്ടത്തിൽ 175 ഉപഭോക്താക്കൾക്ക് താക്കോൽ കൈമാറുകയാണ്. അവരുടെയൊക്കെ പ്രതീക്ഷ എങ്ങനെയാണ്? ഒപ്പം ഇപ്പോൾ അവിടെ ഏത് രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്? ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ എത്തി? അനീഷ, ഏറ്റവും വലിയ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതർക്കുള്ള സർക്കാർ ടൗൺഷിപ്പ് ഫെബ്രുവരി 25-ന് കൈമാറുമെന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 178 വീടുകളാണ് കൈമാറുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുണ്ടക്കൈ ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടി നിർമ്മിക്കുന്ന സർക്കാർ ടൗൺഷിപ്പിലാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അന്തിമഘട്ടത്തിലാണ്. ദിവസം കൂടി നമ്മൾ കാത്തിരുന്നാൽ പൂർണ്ണമായിക്കൊണ്ട് സർക്കാർ പറയുന്ന ഒരു ലോകോത്തര മാതൃകയിലുള്ള ടൗൺഷിപ്പ് തന്നെയായിരിക്കും കൽപ്പറ്റയിൽ പൂർണ്ണമാവുക. എല്ലാ അർത്ഥത്തിലും എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരുക്കിയിട്ടുള്ള ഒരു വീട് തന്നെയാണ്. അത്തരത്തിൽ എല്ലാ സംവിധാനങ്ങളും വാട്ടർ കണക്ഷൻ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടായിരിക്കും ഈ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മഴ മാറി നിന്നതിന് ശേഷം രാപ്പകൽ വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് തൊഴിലാളികളെ വെച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ നടക്കുന്നത്. അതിവേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. കഴിഞ്ഞ 1.5 വർഷമായി ഒരു മഹാദുരന്തം കടന്നുപോയിട്ട് ഈ ദുരിതബാധിതരൊക്കെ തന്നെ വാടക വീടുകളിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. പലതരത്തിലുള്ള പ്രയാസങ്ങളും അവർ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ പ്രയാസങ്ങളും മാറിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ അറുതി വരുത്തിക്കൊണ്ട് ഇതാ ടൗൺഷിപ്പിൻ്റെ താക്കോൽ കൈമാറ്റം നടക്കുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 178 വീടുകളാണ് ഫേസ് 1-ൽപ്പെട്ട ദുരന്ത ബാധിതർക്ക് കൈമാറുക. ഇതിൻ്റെ നറുക്കെടുപ്പ് നാളെ നടക്കുമെന്നുള്ളതാണ്. ഓരോ ആളുകൾക്കും ഏതൊക്കെ വീടുകളാണ് നൽകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നറുക്കെടുപ്പിലൂടെയാണ്. ആ നറുക്കെടുപ്പ് നാളെ രാവിലെ നടക്കും. എന്തായാലും ദുരന്ത ബാധിതരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസത്തിലേക്ക് അവർ കടക്കുകയാണ്. ഈയൊരു ദുരന്തം നടന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1.5 വർഷം പിന്നിടുമ്പോൾ അവരുടെ സ്വപ്ന പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ സ്വപ്ന ഭവനത്തിലേക്ക് മാറാൻ അവർക്കാവുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ ആശ്വാസം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വലിയ ദുരന്തം അതിജീവിച്ച് കടന്നു വന്ന ആളുകളാണ്. അവരുടെ ജീവിതം, മാർഗം, വീട് എല്ലാം നഷ്ടപ്പെട്ട് ദുരന്തത്തിൽ സർവ്വതും തൻ്റെ നാടും വീടൊക്കെ നഷ്ടപ്പെട്ട് കഴിയുന്ന ആളുകൾക്ക് ആശ്വാസമാകുന്ന വലിയൊരു ദൗത്യത്തിനാണ് ഈ ഫെബ്രുവരി 25 സാക്ഷിയാവുക. അനീഷ, ഫൈസൽ, ഒരു കാര്യം കൂടി, സർക്കാർ നൽകുന്ന വീടുകളുടെ താക്കോൽദാനം 25-ന് നടക്കുകയാണ്. അതേസമയം തന്നെ KPCC നിർമ്മിക്കുന്ന വീടുകളുടെ തറക്കല്ലിടൽ 26-ന് രാഹുൽ ഗാന്ധി നിർവഹിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. അനീഷ, നമ്മൾ മനസ്സിലാക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കാൻ രാഷ്ട്രീയ പാർട്ടിക്കാർ തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ഈ കോൺഗ്രസിൻ്റെ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. നിരവധി തവണ ഡേറ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല തരത്തിലുള്ള കാര്യങ്ങൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞതാണ്. അവസാനമായി ഇന്നിപ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി 26, അതായത് സർക്കാർ ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനം നടക്കുന്നതിൻ്റെ പിറ്റേ ദിവസം കോൺഗ്രസിൻ്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കോൺഗ്രസിൻ്റെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 സ്ഥലങ്ങളാണ് ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. കുന്നംപറ്റയിലെ പ്രധാന റോഡിനോട് ചേർന്ന് 200 മീറ്റർ മാറി ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ ഒരു ദുരന്ത ബാധിതർക്ക് വേണ്ടി കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്നത്. 100 വീടുകളാണ് ഇവിടെ നിർമ്മിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് നേരത്തെ അറിയിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ ലിസ്റ്റിൽ പെടാത്ത സാങ്കേതിക കാരണങ്ങൾ കാരണം സർക്കാരിൻ്റെ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾക്കായിരിക്കും കോൺഗ്രസിൻ്റെ ഭവന നിർമ്മാണത്തിൽ സാധ്യത എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ അറിയിച്ചിരിക്കുന്നത്. 100 വീടുകളായിരിക്കും അവിടെ ഉണ്ടാവുക. സർക്കാരിനേക്കാൾ മികച്ച രീതിയിലുള്ള ഒരു വീടായിരിക്കും എന്നുള്ളതാണ് KPCC നേതാക്കൾ VD സതീശൻ ഉൾപ്പെടെ വയനാട് ജില്ലയിൽ വന്നപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തറക്കല്ലിടൽ കർമ്മം 26-ാം തീയതി നടക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഒഴിയുകയാണ്. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ നേരിട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് പിരിച്ച പൈസ പിരിച്ചിട്ടുണ്ട്, വീട് എവിടെ എന്നുള്ള ഒരു ചോദ്യം വളരെ ഗൗരവമായിക്കൊണ്ട് തന്നെ വയനാട് ജില്ലയിൽ പ്രത്യേകിച്ച് കൽപ്പറ്റ മണ്ഡലത്തിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ നേരിട്ട ഒരു ചോദ്യം കൂടിയാണ്. ആ ചോദ്യത്തിന് കൂടി ഉത്തരമായിരിക്കും ഫെബ്രുവരി 26-ന് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 100 വീടുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ, പക്ഷേ ആ ലിസ്റ്റ് ഇതുവരെ പൂർണ്ണമായിട്ടില്ല എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കാരണം ഈ ഒരു കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ ഈ ഒരു ലിസ്റ്റിനെ സംബന്ധിച്ചുള്ള
സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും വൈകിയതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദുരന്തബാധിതർ മേപ്പാടി പഞ്ചായത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ഭൂമി കണ്ടെത്തണമെന്നുള്ള ഒരു വാശി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഇത്രയും വൈകാനുള്ള കാരണമായിക്കൊണ്ട് കോൺഗ്രസ് പറയുന്നത്. അനീഷ. യെസ്, ഫൈസൽ നെടുമ്പാലയാണ് വിവരങ്ങൾ നൽകിയത്. സെയ്ഫ് സീനാദ്ദീൻ കൂടി ചേർന്നിട്ടുണ്ട്. സെയ്ഫിലേക്കാണ്. സെയ്ഫ്, സർക്കാർ നിർമ്മിക്കുന്ന വീടുകളുടെ താക്കോൽദാനം 25-ന് നടക്കുന്നു. ഒപ്പം KPCC നിർമ്മിക്കുന്ന വീടുകളുടെ തറക്കല്ലിടൽ 26-ന് തൊട്ട് പിറ്റേ ദിവസം കൂടി നടക്കുകയാണ്. നമ്മളിപ്പോൾ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തരത്തിൽ വിവാദങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. കേരളത്തെ കരിവാരി തേക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകളുടെ നീക്കത്തിനിടെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിജീവനത്തിന്റെ ഒരു പുതുചരിത്രം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. എങ്ങനെ വിലയിരുത്തണം ഈ നീക്കത്തെ? അത് അനീഷ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ അതിജീവനത്തിൻ്റെ പുതുചരിത്രം തന്നെയാണുള്ളത്. കേരളത്തിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടി ചില ചിത്രങ്ങൾ ദേശീയ തലത്തിൽ സംഘപരിവാർ പടച്ചുവിടുന്നുണ്ട്. അതിൽ ആദ്യത്തേതായിരുന്നു കേരള സ്റ്റോറി എന്നുള്ളത്. അതിന് മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം വരെ സംഘപരിവാർ നയിക്കുന്ന അവാർഡ് ജൂറി നൽകി. ഇപ്പോൾ രണ്ടാമത് വീണ്ടും കേരള സ്റ്റോറി 2 എന്ന രീതിയിൽ അടുത്ത പടം വരാൻ പോവുകയാണ്. ഒരു പ്രൊപ്പഗാൻഡ സിനിമയാണെന്ന് ഇതിനോടകം തന്നെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കേരളത്തിലെ നേതാക്കന്മാരെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് കേരളം വേറിട്ട് നിൽക്കുന്ന കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി നമ്മൾ ഫെബ്രുവരി 25-ന് പറയാൻ പോകുന്നത്. ഒരു രാത്രി കൊണ്ട് ഒരു മേഖലയാകെ ഒലിച്ചുപോയ കാഴ്ചയാണ് നമുക്ക് വയനാട് ചൂരൽമലയിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. അവിടെ ഫൈസൽ ആ സമയങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു. ഫൈസലിന് കുറച്ചുകൂടി വൈകാരികമായിട്ട് ആ വിഷയങ്ങളെ അല്ലെങ്കിൽ അന്ന് ആ കണ്ട കാഴ്ചകളെ ഒരു പക്ഷേ കാണാനും പറയാനും പറ്റും എന്ന് തോന്നുന്നു. അങ്ങനെ അവിടുത്തെ ജനത മൊത്തം വിറങ്ങലിച്ച് നിൽക്കുന്ന കാഴ്ച കുറേ ദിവസങ്ങൾ നമ്മൾ കണ്ടു. വയനാട് സൈന്യമെത്തി ആ ബേലിപ്പാലം നിർമ്മിച്ച് അതിലേക്ക് ആദ്യ വണ്ടി കയറിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന കയ്യടി നമ്മൾ കണ്ടു. കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവിടെ ആഹാരമില്ലാതെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നീട് സന്നദ്ധ പ്രവർത്തകരും അവിടെയുള്ള ആൾക്കാർക്കും ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടി ആ ചെളിയിലും കുണ്ടിലും കുഴിയിലുമെല്ലാം ഭക്ഷണം പുറത്തു നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് അത് വിതരണം ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തകരെ നമ്മൾ കണ്ടു. അവിടെ വയനാടിൻ്റെ പുനരധിവാസം എന്നുള്ളത് എത്രയും വേഗം നടപ്പാക്കുമോ എന്ന ആശങ്ക നിലനിന്നു. അപ്പോഴാണ് ഒരു പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അവിടെ ടൗൺഷിപ്പ് നിർമ്മിക്കും, ടൗൺഷിപ്പ് അതിവേഗത്തിൽ നിർമ്മിക്കും എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ വാഗ്ദാനം. അപ്പോഴും കരുതിയിരുന്നത് ഇത്രയും വേഗം ഇത് പൂർത്തിയാകും എന്നല്ല, അത് കുറച്ചുകൂടി വൈകുമെന്ന് കരുതിയിരുന്നു. അവിടെയാണ് ആകാശ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ മനസ്സിലൊരു കുളിർമ നമുക്ക് ഉണ്ടാകുന്നത്. 175 കുടുംബങ്ങൾക്ക് വീടുണ്ടാവുകയാണ്. അവർക്ക് അതിലും വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് കൂടപ്പിറപ്പുകളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ പലപ്പോഴും ഇരുന്ന് കരയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. വീട് ഇവിടെയായിരുന്നു എന്ന് പറഞ്ഞ് കരയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതൊക്കെ മറക്കാമെന്ന് നമുക്ക് പറയുന്നതിനപ്പുറം അവർക്ക് മറക്കാൻ കഴിയുമോ എന്നുള്ളത് വേറൊരു ചോദ്യം. പക്ഷേ അവർക്ക് സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഫൈസൽ അടുത്ത് നിന്ന് കാണുന്നത്. ഫെബ്രുവരി 25-ന് അങ്ങനെ 175 വീടുകൾ കൈമാറുന്നു. പിന്നീട് അവർക്ക് പട്ടയം കൈമാറുന്നു. മൊത്തം 327 ആൾക്കാരുണ്ട് അവർക്ക് വീടും മറ്റ് നഷ്ടപ്പെട്ടത്. അവർക്ക് ഈ മഴക്കാലത്തിന് മുമ്പ്, അതായത് ജൂൺ മാസത്തിന് മുമ്പ് വീടും മറ്റ് സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാമെന്ന പ്രഖ്യാപനം നടത്തുകയാണ്. ആ പ്രഖ്യാപനം ഒരു അതിജീവനത്തിൻ്റെ പുതുചരിത്രം, ഇത് കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി അങ്ങനെ പ്രഖ്യാപിക്കുകയും അത് നാടാകെ കാണാൻ വേണ്ടി നമ്മൾ ഒരുക്കി വെക്കുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ സർക്കാരിൻ്റേതാണ് ഇത് എന്ന് പറയുമ്പോഴും അത് സർക്കാരിൻ്റെ മാത്രമായിട്ട് പറയാൻ കഴിയില്ല. ഇതിനു വേണ്ടി കൈകോർത്ത ജനങ്ങളുണ്ട്, അത് സർക്കാർ ജീവനക്കാരുണ്ട്, കുട്ടികൾ വഞ്ചി പൊട്ടിച്ച് അത് മുഖ്യമന്ത്രിയുടെയും മറ്റാൾക്കാരുടെയും കയ്യിൽ കൊണ്ട് കൊടുത്ത കുട്ടികളുണ്ട്, കുഞ്ഞുങ്ങൾ ഉണ്ട്, യുവാക്കളുണ്ട്, അവിടെ സന്നദ്ധ പ്രവർത്തനം നടത്തിയ ആൾക്കാർ ഉണ്ട്, അങ്ങനെ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തവർ ഉണ്ട്. അങ്ങനെ കേരളം കൈചേർത്ത് പിടിച്ച ആ ചൂരൽമലയിലെ ജനങ്ങൾക്ക് വേണ്ടി മറ്റ് 13 ജില്ലയിലേക്ക് ജനങ്ങൾ കൈകോർത്ത് പിടിച്ചു നിന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ കാഴ്ചയുടെ സുഖം ഇവിടെ അതിൻ്റെ അന്തിമ രൂപത്തിലേക്ക് എത്തിച്ചേരുകയാണ്. 175 വീടുകൾ ഒരേ രീതിയിൽ കാണാൻ കഴിയുന്ന, ഒരേ രീതിയിൽ ഡിസൈൻ ചെയ്ത 175 വീടുകളിലേക്ക് ഇനി കളിച്ചിരികൾ എത്തുകയാണ്. കുഞ്ഞുങ്ങളുണ്ട് അവിടെ, അവരുടെ കളിച്ചിരികൾ എത്തുകയാണ്. മുതിർന്ന ആൾക്കാരുണ്ട്, അവരുടെ സന്തോഷം എത്തിച്ചേരുകയാണ്. അവിടെ തന്നെ പഠിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളുണ്ട്, അവിടെ ആശുപത്രിയുണ്ട്, അവിടെ അംഗൻവാടികളുണ്ട്. അങ്ങനെ ഒരു പ്രദേശം ആകെ ഒലിച്ചു പോയപ്പോൾ വിറങ്ങലിച്ച് നിന്ന് നമ്മൾ കൈചേർത്ത് പിടിച്ച് വീണ്ടും ഒന്നാവുകയാണ്. വയനാട് ചൂരൽമലയിലേക്ക് കേരളം ചുരുങ്ങുകയാണ് ഫെബ്രുവരി 25-ന്. അതിനൊപ്പം തന്നെ നമ്മൾ നേരത്തെ സഹായം ചെയ്ത ആൾക്കാരെ പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം വിട്ടുപോകാൻ പാടില്ല. CPM സഹായം ചെയ്തിട്ടുണ്ട്, DYFI ചവറുപറക്ക് 20 കോടി രൂപ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. 26-ാം തീയതി കോൺഗ്രസ്
ആ വീടിൻ്റെ തറക്കല്ല് ഇടുന്നുണ്ട്. അങ്ങനെ മുസ്ലിം ലീഗ് വീട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നാകെയും ഇത് ഈ വിഷയത്തോട് ചേർന്ന് തന്നെ നിന്നിട്ടുണ്ട് അനീഷ. യെസ്, അതാണ് റിയലല്ല, റിയൽ ആണ്. 25-ന് നമുക്ക് ആ കാഴ്ച കാണുകയും ചെയ്യാം. സേഫ് സൈനാദിനുമൊപ്പം ഫൈസൽ നെടുമ്പാലയാണ് വിവരങ്ങൾ നൽകിയത്.